വെറും പണം പണം എന്നുള്ള രീതിയിൽ മാത്രം പോകുമ്പോൾ ടെൻഷനും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെൻഷൻ കൂടുമ്പോൾ മനസ്സിനെ ശരീരത്തെ സ്വാധീനിക്കും എന്നുള്ള ഒരു ഒരു സംഭവം ഓർക്കുകയാണ്. വീട്ടിലൊരു മോൻ ക്വസ്റ്റ്യൻ ചോദിച്ച്, ടെൻഷൻ ഭയങ്കര ടെൻഷനാണ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കഷ്ടം, അത് കാരണം ആകാശാന്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേ. അപ്പം ഞാൻ ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം, ഇത് ശരിക്കുള്ള എന്തോ മറച്ചു വെച്ചിട്ടുണ്ട്, പറയാൻ പറ്റാത്തത് എന്നെ തോന്നുകയാണുള്ളിൽ. അപ്പം അദ്ദേഹത്തെ അമ്മ അടുത്ത് വിളിപ്പിച്ച് അടിസ്ഥാനമായ പ്രശ്നം ഇതല്ല. അപ്പോഴാണ് പറഞ്ഞത്, പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഷെയർ മാർക്കറ്റ്, അതിലിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഫുൾ സമയം. ഇപ്പം ചെറുപ്പക്കാർക്ക് ഇപ്പോൾ കുറേ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം ഈ ഒരു കാര്യം. ഇപ്പം ഈ മോൻ അത് പബ്ലിക്ക് ചോദിച്ചില്ല. ഇതാണ് അടിസ്ഥാനം. ടെൻഷനില്ല മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല. ഏതൊരു കാര്യത്തിലും ടെൻഷൻ ഉണ്ടാകും. അത് ആരോഗ്യത്തെ കൊണ്ടുവരുന്ന ടെൻഷനുണ്ട്, കഴിവിനെ കൊണ്ടുവരാനുള്ള ടെൻഷനാണ്, തന്നിലേക്ക് ഉണരാനുള്ളതായിരിക്കാം. വെളുപ്പിൽ എഴുന്നേക്കണം, അയ്യോ താമസിക്കുമോ, ഈശ്വരായി എഴുന്നേറ്റില്ലല്ലോ, ആ ഒരു പാശ്ചാത്തലം പിറ്റേ ദിവസം നേരത്തെ ഉണരാനുള്ളൊരു ഓർമ്മശക്തി നമ്മൾ മെമ്മറി തരും. അതുപോലെ സ്കൂളിലെ മത്സരം വയ്ക്കുന്ന ആരോഗ്യ ബുദ്ധി ഉണർത്താൻ വേണ്ടി സ്കൂളിൽ ഒരു കളിയൊക്കെ വയ്ക്കുമല്ലോ. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് മേടിക്കണം എന്ന് വയ്ക്കുമ്പോൾ കുറച്ച് ടെൻഷൻ വരുമ്പോൾ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ തോറ്റു പോകുമോ, അല്ലെങ്കിൽ പാടുമ്പോഴോ വരയ്ക്കുമ്പോഴോ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടാകും. പക്ഷെ അതിന് കഴിവിനെ ഉണർത്തി കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ എത്ര കണ്ട് സ്വാധീനിക്കുന്നു മനസ്സിലാക്കണം. ഒരു ഭാഗം ഫോണകത്ത് നോക്കി ഇത് കാണുന്നു, ഒരു ഭാഗം ഷെയർ മാർക്കറ്റ് പൈസ ഇട്ടിട്ട് വെളിയിലൊക്കെ പോയാൽ ഇങ്ങനെ ജോലി ചെയ്യാതെ തന്നെ മുറിക്കകത്തിരുന്ന് എത്ര രൂപ മണിക്കൂർ നെറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഷെയർ മാർക്കറ്റിൽ. കുറഞ്ഞു പോയാൽ ഉടനെ ടെൻഷനായി, പിന്നെ ടെൻഷനായി. അപ്പോൾ ഇങ്ങനെ ഇത് വേണ്ടെന്നല്ല, അല്ലെങ്കിൽ 5 മണിക്കൂറത്തേക്ക് നോക്കണ്ട, 10 മണിക്കൂറിനേക്ക് നോക്കണ്ട, 1 മണിക്കൂറിന് നോക്കാം. ഇത് 10 മണിക്കൂറും ആ ഷെയർ മാർക്കറ്റിനകത്ത് രൂപ കൂടിയോ നോക്കൊണ്ടിരിക്കും. ആവശ്യമില്ലാത്ത ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷൻ നമ്മളെ എത്ര ശരീരത്തെ സ്വാധീനിക്കുമെന്നുള്ള മനസ്സിലാണ്. ഒരു കഥ ഓർക്കുകയാണ്. രാജാവിന് 2 മക്കളുണ്ട്, 2 കുട്ടികളുണ്ട്, ഒരു ഇരട്ടയാണ്. അപ്പോൾ ഇതിൽ ആരെയാണ് രാജ്യം ഏൽപ്പിക്കേണ്ടതെന്ന് രാജാവ് ചിന്തിക്കുകയാണ്. രാജ്യത്തെ സ്നേഹിക്കുന്നവനും ശ്രദ്ധയുള്ളവനും വേഗമുള്ളവനും ആയിരിക്കണമല്ലോ. അപ്പം ആരായിരിക്കണേ? പിന്നെ 2 മക്കളെയും വിളിച്ചു, 2 ചെറുപ്പക്കാരെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് 2 പേരോടും പറഞ്ഞു, നിങ്ങൾ ഒരാളെ നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാണ്, ഇവർക്ക് ഇന്ന ഭക്ഷണങ്ങൾ കൊടുക്കണം, ഒരു വ്യായാമം ഇവരെ ചെയ്യിക്കരുത്, പക്ഷെ ഇവർക്കൊരു 10 ഗ്രാം പോലും കൂടാനും പാടില്ല, കുറച്ച് മാസത്തേക്ക് നിങ്ങൾ ഈ ചെറുപ്പക്കാരെയും കൊണ്ട് പൊക്കൊള്ളും. മൂത്തവൻ പറഞ്ഞ്, ഇത് നടക്കുന്ന കാര്യമല്ല, ഇത്ര ഭക്ഷണം കൊടുത്ത് ആരാ വണ്ണം കൂടാതിരിക്കുന്നത്? ഇത്ര മാസം ആകുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ഇരട്ടി വണ്ണമാകും, അത് നടക്കുന്ന കാര്യമല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വേണ്ട. അല്ലെ ഇരട്ടയിൽ മൂത്ത പയ്യൻ 5 മിനിറ്റ് മുമ്പുള്ള ആള് മാറി. ആ 5 മിനിറ്റ് കഴിഞ്ഞ് എനിച്ച് ചെറുപ്പക്കാരനെയും കൊണ്ടുപോയിട്ട് ഇദ്ദേഹം ഒരു മുറിയിൽ കയറ്റി ഭക്ഷണം കൊണ്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പൊ രാജാവ് പറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ് ആളെ ഇറങ്ങിക്കൊണ്ട് വന്നപ്പോൾ 1 ഗ്രാം പോലും ആളിന് കൂടിയിട്ടില്ല. എന്താ ഇതിന്റെ രഹസ്യം? ഈ പയ്യനെ ആ മുറിക്കകത്ത് കയറ്റി കഴിഞ്ഞ് ചെവിയിലൊരു 1-2 വാക്ക് സംസാരിച്ചിരുന്നു. അടുത്ത മുറിയിലൊരു സിംഹമുണ്ട്, അതിനെ പൂട്ടിയിട്ടില്ല. പക്ഷെ അത് സാധാരണ പുറത്തോട്ടിറങ്ങാറില്ല, സാധാരണ അത് പുറത്തോട്ടിറങ്ങാറുടെ മുറിയിൽ തന്നെയാണ്, പക്ഷെ മുറി പൂട്ടിയിട്ടില്ല. എന്നാൽ നീ ശ്രദ്ധനെ കൊണ്ടാകണം എന്ന രീതി ചെവി പറഞ്ഞു. രാജപുത്രന്റെ ആജ്ഞയല്ലേ, അപ്പൊ അവിടെ താമസിച്ചേ പറ്റുള്ളൂ. ഇത് ചെവി പറഞ്ഞു കൊടുത്തിട്ടില്ല, ഭക്ഷണം കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും മുറിക്കകത്ത് കിടക്കാൻ പറ്റുന്നില്ല. കിടക്കുമ്പോൾ ഈ സിംഹം ചാടി വരുമോ? ആ മുറി പൂട്ടിയില്ലെന്നല്ലേ പറഞ്ഞത്? സിംഹം വരുമോ? എന്നെ പിടിക്കുമോ? ടെൻഷൻ കൂടി അങ്ങനെ അസിഡിറ്റി അങ്ങനെയുള്ള അസുഖങ്ങൾ പലതും കൂടി കഴിക്കുന്ന അതുപോലെ തന്നെ അങ്ങ് വയറ്റിന്ന് പുറത്തോട്ട് പോകും. ഇറങ്ങി വന്നപ്പോൾ കിട്ടിയതിനേക്കാളും വണ്ണം കുറഞ്ഞിരുന്നല്ലാതെ ഒരു
ഗ്രാഫ് പോലും കൂടിയില്ല. എന്തുകൊണ്ട് കൂടിയില്ല എന്ന് സദസ്സർ വിളിച്ചു ചോദിച്ചപ്പം ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അവനെ രാജാവാക്കി. എന്ന് വെച്ചാൽ ഏതൊരു കർമ്മത്തിനും വിവേകം വേണമെന്നാണ്. വിവേകമുള്ളവനെ ശരിക്കും പ്രജകൾക്ക് ഉപകാരപ്രദമാകത്തുള്ളൂ, കൂർമ്മബുദ്ധിയുള്ളവനായിരിക്കണം എന്നുള്ള തത്വം വെച്ചിട്ടാണ്. അപ്പൊ എന്തെന്ന് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ടെൻഷൻ വന്നാൽ എത്രമാത്രം നമ്മളെ തലവേദന, വയറ്റുവേദന, പിന്നെ ഉറക്കം നിന്നു, പിന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോയി. ചിലർ ഒത്തിരി വണ്ണമായി, ചിലരുടെ ശരീരത്തിൽ കാണത്തില്ല. അപ്പൊ ടെൻഷൻ നമ്മളെ എത്ര കണ്ട് സ്വാധീനിക്കുന്നു മനസ്സിലാക്കണം.